2024 ഫെബ്രുവരിയിൽ നടന്ന ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷൻ ആൻസർ എനി 10 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 11 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക, 1 സ്കോർ വീതം. അപ്പം അതിൽ ആദ്യത്തെ ചോദ്യം, The factors which can vary from one object to another are called. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നതിനനുസരിച്ച് വിലയ്ക്ക് മാറ്റം സംഭവിക്കുന്നതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. റിലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല F/N. ഓപ്ഷൻ ബി. സിഗ്മ x മൈനസ് a ഈക്വൽ ടു 0 then a ഈക്വൽ ടു മീൻ. മലയാളം വേർഷൻ ഇവിടെ ഉണ്ട്. The middle most observation in the data when the data is arranged in ascending or descending order is. മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്ന പ്രാപ്താംഗങ്ങളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുന്ന പ്രൊസീജിയർ. ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റൂട്ട് ഓഫ് അരിതമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. The minimum value of standard deviation is. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മിനിമം വാല്യൂ 0 ആണ്. ഇവിടെ പ്രോപ്പർട്ടീസിൽ പറയുന്നുണ്ട് the minimum value of standard deviation is 0. The quartile deviation of a set of observation is 5. ഒരു കൂട്ടം പ്രാപ്താംഗങ്ങളുടെ ചതുരാംശ വ്യതിയാനം 5 ആവുന്നു. ഒന്നാമത്തെ ചതുരാംശം 15 ആവുന്നു എങ്കിൽ മൂന്നാമത്തെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ QD ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ഫോർമുല. അതില് ലോവർ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല് Q1 ആണ്. Q1ന്റെ വാല്യൂ 15 ആണെന്ന് പറയുന്നുണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ 5 ആണ്. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ 5 ഈക്വൽ ടു Q3 മൈനസ് Q1 ലോവർ ക്വാർട്ടൈൽ 15 ഡിവൈഡഡ് ബൈ 2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10 ഈക്വൽ ടു Q3 മൈനസ് 15 ആയി മാറി. ഇനി ഇതിൽ നിന്ന് നെഗറ്റീവ് 15 ഇങ്ങേ ഭാഗത്ത് വന്നപ്പോൾ പോസിറ്റീവ് 15 ആയി മാറുന്നു. അപ്പോൾ 10 പ്ലസ് 15 ആവുമ്പോൾ എത്രയായി? 25 ആണ് ആൻസർ. The variance of 4 observation. ഈ 4 ഒബ്സർവേഷനും സെയിം ആണ്. സെയിം ഒബ്സർവേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണ്. അതുകൊണ്ട് വേരിയൻസും എന്ത് തന്നെയാവും? 0. നമ്മുടെ ടെക്സ്റ്റിൽ പറയേണ്ട if all the observations are equal the standard deviation is equal to 0. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണെങ്കിൽ വേരിയൻസും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. The probability is always lies between probability -1 to +1ന്റെ ഇടയിലായിരിക്കും. മലയാളം വേർഷൻ ഇവിടെയുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. സെൻസസ് സ്റ്റഡി ഇൻവോൾവ്സ്. സെൻസസ് പഠനത്തിൽ ഉൾപ്പെടുന്നത് ഈച്ച് ആൻഡ് എവരി സബ്ജക്ട് കംപ്രസിംഗ് ദ പോപ്പുലേഷൻ. സമഷ്ടിയിലെ എല്ലാ അംഗങ്ങളെയും ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക? സെൻസസ്. ഇനി 12 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഓരോന്നിനും 3 സ്കോർ വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, വിച്ച് ഡിസിപ്ലിൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് ആക്ച്വറിയൽ സയൻസ്. ഓപ്ഷൻ സി. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NSSO. NSSOനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ദ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSOന്റെ ഫുൾ ഫോം ആർ നോൺ ആസ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഈസ് ആൻ ഓർഗനൈസേഷൻ. അങ്ങനെ പറഞ്ഞിട്ട് എഴുതുക. NSSOന് 4 ഡിവിഷനാണ് ഉള്ളത്. അത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. പ്രിപ്പയർ എ ക്വസ്റ്റനെയർ ഫോർ കളക്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം പേഴ്സൺ ഹൂ വേർ റിക്കവേർഡ് ഫ്രം നിപ്പ. നിപ്പയിൽ നിന്നും മോചിതരായ ആളുകളിൽ നിന്നും വിവരം ശേഖരിക്കുന്നതിനായി ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ആ ചോദ്യാവലിയിൽ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം മുതലായവയും കൂടി ചോദിക്കുന്ന തരത്തില് ഒരു ക്വസ്റ്റനെയർ ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് 6 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ടാക്കണം. അപ്പൊ പേര്, വയസ്സ്, അഡ്രസ് ഇതെല്ലാം പ്രിലിമിനറി ആയിട്ട് വെച്ചുകൊണ്ട് അനുയോജ്യമായ ക്വസ്റ്റ്യൻസ്.
ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. നേരിട്ടുള്ള വ്യക്തിഗത അഭിമുഖവും നേരിട്ടുള്ള വീക്ഷണവും തമ്മിൽ വേർതിരിച്ച് എഴുതുക എന്നുള്ള ചോദ്യത്തിന് ഡയറക്റ്റ് ഒബ്സർവേഷന് ഇത്രയും കാര്യങ്ങൾ എഴുതുക. ദിസ് മെത്തേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ബൈ മാസ് മീഡിയ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓർ ബൈ ജേർണലിസ്റ്റ്. ഈ ഡീറ്റെയിൽസ് എഴുതണം. ദെൻ ഇനി വേണ്ടത് എന്താണ്? ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടാണ് ഇത്. ഓക്കെ. A sociologist conducted a survey of 20 adults. She wanted to report the frequency distribution of the ages of the survey respondent. The respondent were the following ages in years. Prepare a frequency table. അതായത് ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടിട്ട് എന്ത് വേണം? ഒരു ഫ്രീക്വൻസി ടേബിള് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ള തന്നിരിക്കുന്നതിൽ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. അപ്പൊ നമ്മളെ ഡാറ്റയിൽ മിനിമം വാല്യൂ 19 ഇതിലെ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കി. മാക്സിമം 63 വാല്യൂ. അപ്പൊ ഇനി ചെയ്യാനുള്ളത് മിനിമവും മാക്സിമം ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ക്ലാസ്സസ് ഫോം ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ 10 ക്ലാസ് ഇന്റർവൽ വെച്ചിട്ടാണ് ഇവിടെ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 10 to 20, 20 to 30, എക്സെട്ര 60 to 70 വരെ. എന്നിട്ട് ചെയ്യാനുള്ളത് ആദ്യത്തെ നമ്പർ 52. അപ്പൊ 52 എവിടെ ബിലോങ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അവിടെ ടാലി മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്പർ 34. അപ്പൊ 34, 32, 40ന്റെ ഇടയിലാണ് 34. അവിടെ 1 മാർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള നമ്പർ 40. അപ്പൊ ഇവിടെയും 40 ഉണ്ട്, താഴെയും 40 ഉണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് രണ്ടിടത്തും ഒരേ നമ്പർ വരുമ്പോൾ ലോവർ ലിമിറ്റ് എവിടെയാണോ ആ നമ്പറിൽ കാണുന്നത് അതിന് നേരെ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ. ഇപ്പൊ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ടേബിൾ ഇങ്ങനെയാണ്. ഓരോരുത്തരും എടുക്കുന്ന ക്ലാസ് ഇന്റർവെലിന് അനുസരിച്ചുകൊണ്ട് ഫ്രീക്വൻസി ടേബിളിൽ വ്യത്യാസം വരാം. ദെൻ ഡ്രോ എ ബ്ലാങ്ക് ടേബിൾ വിത്ത് ദ ഫോളോയിങ് കാറ്റഗറീസ്. താഴെ തന്നിരിക്കുന്ന വിഭാഗങ്ങൾ ഉപയോഗിച്ച് ഒരു പട്ടികയുടെ ചട്ടക്കൂട് തയ്യാറാക്കാൻ. അപ്പൊ അതില് ബാച്ച് കാണണം. ബാച്ചില് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. പിന്നെ വിഭാഗം കാറ്റഗറി ജനറൽ, OBC, OEC കാണണം. സെക്സ് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അങ്ങനെ 3 വിഭാഗമായിട്ടുള്ള ഒരു ബ്ലാങ്ക് ടേബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ബാച്ച് ഇവിടെ ഏതൊക്കെ ബാച്ച് ഉണ്ടെന്നാ പറയണത്? സയൻസ് എന്നുള്ള ഒരു ബാച്ച് ഉണ്ട്. ദെൻ പിന്നീട് പറയുന്നത് കൊമേഴ്സ് ബാച്ച്, ദെൻ ഹ്യൂമാനിറ്റീസ് ബാച്ച്. ഓക്കെ. അപ്പൊ ഇതൊരു സ്ട്രക്ചറാണ്. ഇനി ഇതിന് നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ ബാച്ച് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ബാച്ച് ഇവിടെ എഴുതിയിട്ട് സയൻസ് ബാച്ച്, കൊമേഴ്സ് ബാച്ച്, പിന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ച്, ജനറൽ. ഈ കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോളം വൈസിൽ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന പട്ടിക ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഇതില് വർഷം തന്നിട്ടുണ്ട്, സെയിൽസ് പറയുന്നുണ്ട്, പ്രോഫിറ്റ് പറയുന്നുണ്ട്. അനുസരിച്ചുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ എപ്പോഴും ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്നതിൽ ചെറിയ വില ഏതാണ്, വലിയ വില ഏതാണ് നോക്കണം. അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ഡയഗ്രാം വരയ്ക്കാൻ. ഓക്കെ. ഇതാ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇയർ ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 2010 100 നമുക്ക് തന്നിരിക്കുന്ന സെയിൽസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് 30. 2011 120 സെയിൽസ്, 40 പ്രോഫിറ്റ്. ഓക്കെ. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കേണ്ടത്. എക്സാമിന് നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ഒന്നും തരില്ല. വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്തു എന്ന് മാത്രം. Then question number 18. A car covered a distance from A to B at a speed of 46 km per hour, from B to C at a speed of 50 km per hour, from C to D at a speed of 54 km per hour. Calculate the average speed of the car. Distance from A to B, B to C and C to D are equal. അപ്പൊ നോക്കൂ, സ്പീഡ് ബേസ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാർമോണിക് മീനില് ഇവിടെ 3 ഒബ്സർവേഷൻ ആണ് തന്നിട്ടുള്ളത്. 46, 50, 54 3 വാല്യൂസ്. ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x.
ഓക്കെ, n 3 ഒബ്സർവേഷൻ. എക്സ് വാല്യൂസ് 46 ഉണ്ട്, 50 ഉണ്ട്, 54 ഉണ്ട്. സോൾവ് ചെയ്യുക. 49.18 ആൻസർ. Then 19th question, explain skewness with the help of frequency curve. ആവൃത്തി വക്രത്തിന്റെ സഹായത്തോടെ സ്ക്യൂനെസ് വിശദീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. സ്ക്യൂനെസ്, പോസിറ്റീവ് സ്ക്യൂനെസ് ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ഇതാണ് എഴുതാനുള്ളത്. ദ ഫ്രീക്വൻസി കർവ് ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഈ ഡീറ്റെയിൽസ് എഴുതണു. പോസിറ്റീവ് സ്ക്യൂനെസിന്റെ ഫ്രീക്വൻസി കർവ്. ദ നെഗറ്റീവ് സ്ക്യൂനെസ് എന്താണ്? നെഗറ്റീവ് സ്ക്യൂനെസിന്റെ ഫ്രീക്വൻസി കർവ് ഈ രീതിയിലാണ്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ മോഡ് കഴിഞ്ഞിട്ടാണ് മീഡിയനും മീനും. അതേസമയം നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ, മീഡിയൻ, മോഡ്. ആൻസർ എനി 5 questions from 20 to 25. ഈച്ച് ക്യാരി 4 score. 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതം ഉണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം, ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് മോഡ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ചോദ്യം. മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിനാണ് ഉള്ളത് നോക്കി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 27 ആണ്. അപ്പൊ ഇത് നമ്മളെ F1 ആയിട്ട് എടുത്തു. ഇതിന് തൊട്ട് മുമ്പുള്ളത് F0 ആണ്. തൊട്ട് താഴെയുള്ളതിനെ F2 ആയിട്ട് വിളിച്ചു. ഓക്കെ, ഇനി മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ആണ് ഫോർമുല. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 25.625. ഓക്കെ, 20 പ്ലസ് ഇത്രയും ഭാഗമാണ് ചെയ്യേണ്ടത്. ഈ ഭാഗം സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിന്റെ കൂടെ വേണം 20 സം ചെയ്യാൻ. ഇപ്പൊ 25.625 ആണ് ആൻസർ. ദെൻ പിന്നീട് തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് കൊവേരിയൻസ്. കൊവേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡാറ്റ ഇതാണ്. കൊവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കൊവേരിയൻസ് ഓഫ് XY ഈക്വൽ ടു ഫോർമുല ഇങ്ങനെയാണ്: 1/n സിഗ്മ XY മൈനസ് X ബാർ Y ബാർ. ഇതാണ് ഫോർമുല. അപ്പൊ ഈ ഫോർമുലയിലേക്ക് ഇത് X വാല്യൂ ആണ്, ദിസ് വൺ Y വാല്യൂ ആണ്. അപ്പൊ ഇനി വേണ്ടത് എന്താ? XY, സിഗ്മ XY എന്നല്ലേ പറയണത്. അപ്പൊ XYന്റെ വാല്യൂസും കൂടെ വേണം. XY, X ഇൻറ്റു Y കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ Xന്റെ ടോട്ടല് 17.9 ആണ്. Y ടോട്ടല് 55 ആണ്. XYന്റെ ടോട്ടല് 202.1. ഓക്കെ, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ കൊവേരിയൻസിന്റെ ഫോർമുല. അപ്പൊ കൊവേരിയൻസ് ഓഫ് XY ഈക്വൽ ടു 1/n സിഗ്മ XY മൈനസ് X ബാർ Y ബാർ. സിഗ്മ XY 202.1 ഡിവൈഡഡ് ബൈ 5 മൈനസ് X ബാർ എന്ന് പറഞ്ഞാല് 17.9ന് എത്ര എണ്ണം ഉണ്ടോ 1, 2, 3, 4, 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ Y ബാർ. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്തു, കിട്ടി 39.38. 40ൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. ആൻസർ 1.04 ആണ്. ദ ഫസ്റ്റ് 4 സെൻട്രൽ മൊമെന്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ആർ 0, 9.56, negative 3.29 and 215.79 respectively. Compute measure of skewness and kurtosis. State the nature of kurtosis. അതായത് ആദ്യത്തെ 4 സെൻട്രൽ മൊമെന്റ്സുകൾ തന്നിട്ടുണ്ട്. സെൻട്രൽ മൊമെന്റ്സിൽ നിന്ന് സ്ക്യൂനെസ്സും കണ്ടുപിടിക്കണം, കർട്ടോസിസും കാൽക്കുലേറ്റ് ചെയ്യണം. കൂടാതെ കർട്ടോസിസിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 മൊമെന്റ്സ് എഴുതിയിട്ടുണ്ട്. സ്ക്യൂനെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല μ3 സ്ക്വയർ ഡിവൈഡ് ബൈ μ2 ക്യൂബ് ആണ് ഫോർമുല. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, കിട്ടിയത് സ്ക്യൂനെസ് 0.01. ഓക്കെ, ഇനി വേണം കർട്ടോസിസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ കർട്ടോസിസ് കാൽക്കുലേറ്റ് ചെയ്യാം. β2 ഈക്വൽ ടു μ4 ഡിവൈഡ് ബൈ μ2 സ്ക്വയർ. ഇപ്പൊ μ4 വാല്യൂ 215.79 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ. μ2 എത്രയാണ്? 0.56, 9.56 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2.36. ഇനി β2ന്റെ വാല്യൂ ലെസ് ദാൻ 3 ആണെങ്കിൽ പ്ലാറ്റിക്കർട്ടിക് ആണ്. β2ന്റെ വാല്യൂ ഈക്വൽ ടു 3 ആണെങ്കിൽ മിസോകർട്ടിക് ആവും. β2 വാല്യൂ ഗ്രേറ്റർ ദാൻ 3, 3നേക്കാളും കൂടുതലാണെങ്കിൽ ലെപ്റ്റോകർട്ടിക് എന്നുള്ള പേരിൽ അറിയപ്പെടും. One card is taken randomly from a deck of 52 cards.
52 ചീട്ടുകളിൽ നിന്ന് ഒരു ചീട്ട് നമ്മൾ എടുക്കുന്നുവെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ കിങ്, അതില് ഒരു കിങ് ആവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ 52 കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ അത് കിങ് ആവണം എന്നുണ്ടെങ്കിൽ കാർഡില് എത്ര രാജാവുണ്ട് നോക്കുക. 4 രാജാവാ ഉള്ളത്. അപ്പൊ 4/52 ആണ് ആൻസർ. ഇനി എടുക്കുന്ന കാർഡ് ആൻ ആസ്, ഒരു ആസ് ആവണം. അപ്പൊ എത്ര ആസ് ഉണ്ട്? അവിടെയും 4 ആസ് ആണ് ഉള്ളത്. 4/52. ഇനി ഒരു ബ്ലാക്ക് ക്യൂൺ ആവണം. 52 കാർഡുകളില് എത്ര ബ്ലാക്ക് ക്യൂൺ ഉണ്ട് നോക്കുക. അപ്പൊ 2 സെറ്റ് കാർഡുകളാണ് ബ്ലാക്ക് കളറിൽ വരിക. 2 സെറ്റിലും ഓരോ ക്യൂൺ ഉണ്ടാവും. അപ്പൊ 2/52. ദെൻ ഈ റെഡ് കാർഡ് എടുക്കുന്നത് ഒരു റെഡ് കാർഡ് ആവണം. അപ്പൊ 52 കാർഡുകളില് എത്ര റെഡ് കാർഡ് ഉണ്ട്? 13 26 എണ്ണം കാണണം. 26/52. If A and B are two evens such that probability of A equal to 1/3, probability of B equal to 3/4 and probability of A union B equal to 11/12, find probability of A given B and probability of B given A. എയും ബിയും 2 ഈവൻസ് ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? എ ഗിവൺ ബിയും കണ്ടുപിടിക്കണം, ബി ഗിവൺ എയും കാൽക്കുലേറ്റ് ചെയ്യണം. എ ഗിവൺ ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് ഫോർമുല. തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ എ യൂണിയൻ ബി എ ഉള്ളൂ, എ ഇന്റർസെക്ഷൻ ബി ഇല്ല. സോ അഡീഷണൽ തിയറം യൂസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ 2/12 ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 1/6. മെത്തേഡ് ഇതാണ്. ഇനി എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ അറിയില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക? 11/12 ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഈക്വൽ ടു 1/3 പറഞ്ഞാൽ 0.33 ആണ്. പ്ലസ് 3/4 മുക്കാല് എന്ന് പറഞ്ഞാൽ 0.75. അപ്പൊ ഇവിടെ 11/12 ഒരു വാല്യൂ ഉണ്ടാവേ. എന്നിട്ട് ഇവിടെ വെച്ച് ഈ ഡെസിമൽ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്താലും മതി. ഞാൻ ഇവിടെ എൽ സി എടുത്തിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ ഇനി വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് വേണ്ടത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിന്റെ വാല്യൂ 1/6 ആണ് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ബി 3/4 ആണ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവിഷൻ നമ്മൾ എന്തായി മാറ്റി? മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റി. അപ്പൊ ഇത് റെസിപ്രോക്കലായി വരും. 3/4 4/3 ആയി മാറും. 4/18 ആണ് ആൻസർ. ഈ 4/18 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/9 ആണെന്ന് കിട്ടും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കാൽക്കുലേറ്റ് ചെയ്യണു. അവിടെയും എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും സെയിം ആണ്, സെയിം വാല്യൂ. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1/3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ആൻസർ 1/2. If a population consists of 5 numbers 2, 3, 6, 8 and 11, draw all possible samples of size 2 using simple random sampling without replacement. 5 അംഗങ്ങളുള്ള ഒരു സമഷ്ടി 2, 3, 6, 8, 11ൽ നിന്നും 2 ആയിട്ടുള്ള സാധ്യമായ എല്ലാ സാമ്പിളുകളും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് പ്രകാരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ നമുക്ക് NCN സാമ്പിൾസുകൾ കിട്ടും. NCN എന്ന് പറഞ്ഞാല് N 1, 2, 3, 4, 5 ആണ്. C 2 സാമ്പിൾസ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. 5C2ന്റെ വാല്യൂ 10 ആണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാൽ 5 ഇവിടെ 5 ഉണ്ടല്ലോ. അപ്പൊ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴത്ത് 2 ആണ്. 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പൊ 5 ഫാക്ടോറിയൽ പറഞ്ഞാല് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 5 മൈനസ് 2 പറഞ്ഞാല് 3 ആണ്. അപ്പൊ 1 ഇൻറ്റു 2 ഇൻറ്റു 3 5 മൈനസ് 2 3 ആണ്. 3ന്റെ ഫാക്ടോറിയൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 ഇൻറ്റു 2 ഇൻറ്റു 3യും 1 ഇൻറ്റു 2 ഇൻറ്റു 3യും കറക്റ്റ് കട്ട് ചെയ്തു പോയി. 2 4ല് 2 ടൈംസ് പോവും. 2 ഇൻറ്റു 5 10. അങ്ങനെയാണ് 10 കിട്ടിയത്. ഇനി സാമ്പിൾസ് 2 വെച്ചിട്ട് 10 ഒബ്സർവേഷൻസ് 10 സാമ്പിൾസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 2, 3 അതാണ് എഴുതിയിരിക്കുന്നത്. ദെൻ 2, 6, ദെൻ 2, 8, ദെൻ 2, 11. ഓക്കെ. ദെൻ 3 കോമ്പിനേഷൻ 3, 6, 3, 8, 3, 11, then 6, 8, 6, 11, then last combination 8, 11. അങ്ങനെ 10 എണ്ണം നമുക്ക് കിട്ടും. Answer any 2 questions from 26 to 28, each carries 6 code.
26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതണം. 6 സ്കോർ വീതം. തന്നിരിക്കുന്നത് ഫോർ ദ ഫോളോയിങ് ഡാറ്റ ഡ്രോ ലെസ് ദാൻ ഒജീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഒജീവ് ഓൺ ദ സെയിം പേപ്പർ. സെയിം ഗ്രാഫ്, ഒരേ ഗ്രാഫിൽ ലെസ് ദാനും വരയ്ക്കണം ഗ്രേറ്റർ ദാനും വരയ്ക്കണം. എന്നിട്ട് മീഡിയനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് ലോവർ അപ്പർ ബൗണ്ട് ഉണ്ടാക്കി. അപ്പൊ അപ്പർ ബൗണ്ട് പറഞ്ഞാല് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ അപ്പർ ബൗണ്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 4, 4ന്റെ കൂടെ 12 കൂട്ടിയപ്പോ 16, വീണ്ടും 28 കൂട്ടി 44, 18 കൂട്ടി 62 എക്സെട്ര. അതുപോലെ നമുക്ക് പിന്നീട് വേണ്ട 2 ഡീറ്റെയിൽസ് ആണ്. ലോവർ ബൗണ്ടും വേണം, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും വേണം. അപ്പൊ ഗ്രേറ്റർ ദാൻ ആവുമ്പോ ആദ്യം 70 എഴുതി കൊടുത്തു. 70യിൽ നിന്ന് 4 മൈനസ് ചെയ്തു. അതിൽ നിന്ന് 12 മൈനസ് ചെയ്തു. 54ൽ നിന്ന് 28 മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എക്സാമിന് ഗ്രാഫ് പേപ്പർ ഒന്നും തരില്ലേ, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി എടുത്തു മാത്രം. എക്സ് ആക്സിസും വൈ ആക്സിസും വരഞ്ഞിട്ടുണ്ട്. അപ്പർ ബൗണ്ട് 10, 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 4 ആണ്. അപ്പൊ ഈ 4 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 16, 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 16 മാർക്ക് ചെയ്തു. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 44 മാർക്ക് ചെയ്തു. 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 62, ദെൻ 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 68. അപ്പൊ ഇവിടം വരെ 60, 65, 68 മാർക്ക് ചെയ്തു. 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 70. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ പോയിന്റ്സുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണോ. ദെൻ ഇനി വേണ്ടത് ലോവർ ബൗണ്ട് 0. 0ന് കറസ്പോണ്ട്, ഇവിടെയാണ് 0 വരിക. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 70 ഫ്രീക്വൻസി. 10ന് കറസ്പോണ്ടിങ് ആയിട്ട് 66, 65 ആണ് ഇത്, ഇവിടെ 66. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 54. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 26. 40 കറസ്പോണ്ടിങ് വാല്യൂ 8. 50 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2. 70, 66, 54, then 26, 8, 2, then ഇവിടെ കൊണ്ടൊന്ന് മുട്ടിച്ചു. ഇനി മീഡിയൻ, ഇത് വെച്ച് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണത് ഈ ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ എവിടെയാണോ കൊണ്ട് ജോയിൻ ചെയ്യുന്നത്, ഇവിടെ 26ലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. സോ മീഡിയൻ ഈക്വൽ ടു 26 ആണെന്ന് പറയുന്നു. The mean score obtained in an examination by a group of 100 students was found to be 49. 100 കുട്ടികളുടെ മീൻ മാർക്ക് 49 ആണ്. അപ്പൊ നോക്കൂ, 100 കുട്ടികള് അവരുടെ മീന് 49 ആണ്. The mean score obtained in the same examination by the group of another group of 200 students was 56. മറ്റൊരു ഗ്രൂപ്പ് 200 പേരുടെ മീന് 56 ആണെങ്കിൽ 2 ഗ്രൂപ്പിന്റെയും കൂടിയുള്ള മീൻ സ്കോർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കമ്പൈൻഡ് മീന്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 53.66. ദെൻ നെക്സ്റ്റ് വൺ, ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ദ മീൻ ഏജ് ഓഫ് ദ പേഷ്യന്റ് എന്നാണ് ചോദ്യം. ഈ ഡാറ്റയുടെ പേഷ്യന്റിന്റെ മീൻ ഏജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഡാറ്റയാണ്. കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് എഫ് ബൈ എൻ ആണ്. അപ്പോ എക്സ് ഇതിന്റെ മിഡ് വാല്യൂ 0 to 10ന്റെ മിഡ് വാല്യൂ 5, 10 to 20ന്റെ മിഡ് വാല്യൂ 15. അങ്ങനെ മിഡ് എക്സ് എന്നുള്ളൊരു കോളം ഉണ്ടാക്കി ഈ എക്സ് വാല്യൂവിന് ഫ്രീക്വൻസി കൊണ്ട്, നമ്പർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, എക്സ് വാല്യൂവിന് ഫ്രീക്വൻസി കൊണ്ട് 6 into 5 30, 7 into 15 105. അങ്ങനെ വാല്യൂസ് എഴുതി സം ചെയ്തു വെച്ചു. സിഗ്മ എക്സ് എഫ് അതായത് 1755നെ ഡിവൈഡഡ് ബൈ എൻ, ടോട്ടൽ ഫ്രീക്വൻസി 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം ഇതാണ്.
ഇനി എ സ്റ്റഡി ഓഫ് 100 എഞ്ചിനീയറിംഗ് കമ്പനീസ് ഗീവ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. എഗെയിൻ ഒരു കണ്ടിന്യൂസ് ഡാറ്റയാണ്. ഇത് വെച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം, വേരിയൻസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മിഡ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ മിഡ് വാല്യൂ 5, 15, 20 to 30 മിഡ് വാല്യൂ 25. അങ്ങനെ മിഡ് എക്സ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് കമ്പനീസ് പറഞ്ഞാല് ഈ 8, 12, 20, 30 ഈ കോളം എന്താണ്? ഫ്രീക്വൻസിയാണ്. ഇപ്പൊ എക്സ് എഫ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാക്കി. 5 × 8 40, 15 × 12 180. ഓക്കെ, അതിന്റെ ടോട്ടലാണ് സിഗ്മ വാല്യൂ ആണ് ഇത് 3220 എന്നുള്ളത്. ഇനി വേണ്ടത് എക്സ് സ്ക്വയർ എഫ് ആണ്. എക്സ് സ്ക്വയർ പറഞ്ഞാൽ 5 × 5 25, 25 × 8 ചെയ്യുമ്പോഴാണ് 200 കിട്ടുക. അതുപോലെ 15 × 15 225 വരും. ഇൻറ്റു 12 ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സം ചെയ്യുമ്പോഴാണ് ഈ ടോട്ടൽ കിട്ടുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദിസ് വൺ. സിഗ്മ ഈക്വൽ ടു √1/n സിഗ്മ എക്സ് എഫ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പോ സിഗ്മ എക്സ് എഫ് ആണ് 122,900. ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സിനെ 3220 ഡിവൈഡഡ് ബൈ n. ഇതെല്ലാം കൂടെ കൂട്ടുക. ഈ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ്. 8, 12, 20, 30 ഫ്രീക്വൻസി എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 100 ആണ്. ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 13.86 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ വേരിയൻസ് ആണെങ്കിൽ എത്ര വരും? വേരിയൻസ് ഈക്വൽ ടു ഈ സ്ക്വയർ റൂട്ട് ഇല്ല, 192.16 ആണ് വരിക. ഇത്രയും ചോദ്യങ്ങളാണ് മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്.